എല്ലാ കൂട്ടുകാർക്കും വി ആർ ഡിജി ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റിലെ ബച്ചേ കാംപർ ജാ രഹേ ഹെ എന്ന കവിതാ ഭാഗം പഠിക്കും. കവിതയിലോട്ട് കടക്കുന്നതിന് മുന്നേ നമുക്ക് കവിതയുടെ ടൈറ്റിലിനെ പറ്റിയും കവിയെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ടൈറ്റിലോട്ട് പോവാം. ബച്ചേ കാംപർ ജാ രഹേ ഹെ എന്താണ് അതിൻ്റെ അർത്ഥം? ബച്ചേ എന്ന് പറഞ്ഞാൽ കുട്ടികൾ, കാം എന്ന് പറഞ്ഞാൽ ജോലി, ജാ രഹേ ഹെ പൊയ്ക്കൊണ്ടിരിക്കുന്നു, കുട്ടികൾ ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. എന്തിനായിരിക്കും കുട്ടികൾ എങ്ങനെ ജോലിക്ക് പോകുന്നത്? അതെ, കുട്ടിയുടെ വീട്ടിൽ എന്തെങ്കിലും ദാരിദ്ര്യമോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടാകുന്ന അവസ്ഥയിൽ കുട്ടികൾ ജോലിക്ക് പോകാൻ നിർബന്ധിതരായി തീരുന്നു. അതുമാത്രമല്ല, നമ്മുടെ കവി രാജേഷ് ജോഷി ഈ കവിതയുടെ ടൈറ്റിലിൽ കൂടി അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു അർത്ഥം പറയുകയാണ്. കുട്ടികളുടെ ജോലികളെപ്പറ്റി, ബാലവേലയെപ്പറ്റി ആണ് ഇവിടെ പറയുന്നത്. ബാലവേല അതായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് അത് ശിക്ഷാർഹമാണ്. അതിനെപ്പറ്റിയുമാണ് കവി ഈ ടൈറ്റിലിൽ കൂടെ അർത്ഥമാക്കുന്നത്. ബച്ചേ കാംപർ ജാ രഹേ ഹെ. രാജേഷ് ജോഷി ആധുനിക ഹിന്ദി കവിയോ മേം സെ ഏക് ഹെ. ആധുനിക കവികളിൽ ഒരാളാണ് രാജേഷ് ജോഷി. ഉൻകി ഏക് ചോട്ടി കവിത ഹെ ബച്ചേ കാംപർ ജാ രഹേ ഹെ. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു കവിതയാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ വെച്ചിട്ടുള്ളത്. ബച്ചേ കാംപർ ജാ രഹേ ഹെ. ശരി, നമുക്ക് ഇനി കവിതയിലോട്ട് പോകാം. കൊഹരെ സെ ടക്കി സടക് പർ ബച്ചേ കാംപർ ജാ രഹേ ഹെ. കൊഹരെ സെ ടക്കി സടക് പർ ബച്ചേ കാംപർ ജാ രഹേ ഹെ. കുട്ടികൾ ജോലിക്ക് പോകുന്ന കാര്യമാണ് ആദ്യത്തെ വരികളിൽ പറയുന്നത്. അവർ പോകുന്ന വഴിയെ പറ്റിയാണ് കവി ആദ്യം പറയുന്നത്. കൊഹരെ സെ ടക്കി സടക് പർ ബച്ചേ കാംപർ ജാ രഹേ ഹെ. കൊഹര മാനെ മൂടൽമഞ്ഞ്, ടക്കി സടക് പർ മൂടൽമഞ്ഞാൽ മൂടപ്പെട്ട വഴികളിലൂടെ, സടക് റോഡിൽ കൂടെ, പർ ബച്ചേ കാംപർ ജാ രഹേ ഹെ കുട്ടികൾ ജോലിക്ക് പോകുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കുട്ടികൾ പോകുന്ന പാത വളരെ അപകടം നിറഞ്ഞതാണ്. അല്ലെങ്കിൽ ആ പാതയിൽ മൂടൽ മഞ്ഞാൽ മൂടപ്പെട്ടിരിക്കുന്നു. സുബഹ് ബച്ചേ കാംപർ ജാ രഹേ ഹെ. അവർ പോകുന്നത് വെളുപ്പിനാണ്, അതായത് വളരെ പ്രഭാതത്തിന് മുന്നേ. സുബഹ് ബച്ചേ കാംപർ ജാ രഹേ ഹെ. ഹമാരെ സമയ് കി സബ്സെ ഭയാനക് പങ്ക്തി ഹെ യഹ്. കവിയുടെ അഭിപ്രായത്തിൽ കവി പറയുകയാണ്, ഈ വരികൾ നമ്മുടെ ഇന്നത്തെ സമയത്തിൽ ഏറ്റവും ഭയാനകമായ ഒരു വരിയാണ്. കാരണം ഇതാണ്, ഇന്ന് പലർക്കും എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. എന്നിരുന്നാലും ഇന്നും നമ്മുടെ ഭാരതത്തിലുള്ള കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് അവരുടെ കാര്യങ്ങൾ, അവരുടെ കുടുംബം നോക്കേണ്ട അവസ്ഥയിൽ വരുന്നു. ഇല്ലെങ്കിൽ ബാലവേലകൾ പലരും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് വളരെ വേതനം വളരെ കുറച്ച് കൊടുത്ത് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. അത് വാസ്തവത്തിൽ ശിക്ഷാർഹമാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവം നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ടായാൽ അത് മറ്റുള്ളവരെ, അധികൃതരെ അറിയിക്കാൻ ശ്രമിക്കുക. ഇവിടെ കവി പറയുന്നത്, ബച്ചേ കാംപർ ജാ രഹേ ഹെ ഹമാരെ സമയ് കി സബ്സെ ഭയാനക് പങ്ക്തി ഹെ യഹ്. നമ്മുടെ കാലഘട്ടത്തിൽ ഹമാരെ സമയ് കി സബ്സെ ഭയാനക് പങ്ക്തി ഹെ യഹ്. ഇത് നമ്മുടെ സമയത്തിലെ ഏറ്റവും ഭയാനകമായ വരികളാണ്. എന്താണ് ആ വരികൾ? ബച്ചേ കാംപർ ജാ രഹേ ഹെ കുട്ടികൾ ജോലിക്ക് പോകുന്നു. ഭയാനക് ഹെ യഹ് വിവരണ കി തരഹ് ലിഖ് ജാനാ ചാഹിയേ ഇസേ സവാൽ കി തരഹ്. ഒരു ക്വസ്റ്റ്യൻ പോലെ നമ്മൾ ഇതിനെ എഴുതി വെക്കേണ്ടതുണ്ട്. ബച്ചേ കാംപർ ജാ രഹേ ഹെ, ക്യോം ബച്ചേ കാംപർ ജാ രഹേ ഹെ. എന്തിനായിരിക്കും ഈ കുട്ടികൾ ജോലിക്ക് പോകുന്നത്? അത് പൈസ സമ്പാദിക്കാനായിരിക്കും. എന്തിനായിരിക്കും അവർക്ക് പൈസ? അവരുടെ കുടുംബത്തിലെ ദാരിദ്ര്യം മാറ്റുന്നതിന് വേണ്ടി. ലിഖ് ജാനാ ചാഹിയേ ഇസേ സവാൽ കി തരഹ്.
काम पर क्यों जा रहे हैं बच्चे ലിഖ് ജാനാ ചാഹിയെ ഇത് എഴുതി വെക്കേണ്ടതുണ്ട്. ഇസെ സവാൽ കി തരഹ് ഒരു ക്വസ്റ്റ്യനെ പോലെ സവാൽ ക്വസ്റ്റ്യൻ പോലെ നമ്മൾ എഴുതി വെക്കേണ്ടതുണ്ട്. കാം പർ ക്യോം ജാ രഹേ ഹേ ബച്ചെ എന്തിനാണ് കുട്ടികൾ ജോലിക്ക് പോകുന്നത്? അവരുടെ ഈ പ്രായത്തിൽ അവർ സ്കൂളിൽ പോകാനും അതേപോലെ കളിക്കാനും സമയം വിനിയോഗിക്കേണ്ടതാണ്. പിന്നെ എന്തിനാണ് ഈ കുട്ടികൾ ജോലിക്ക് പോകുന്നത്? ഇത് നമ്മൾ എഴുതി വെക്കേണ്ടതാണ്. ലിഖ് ജാനാ ചാഹിയെ ഇസേ സവാൽ കി തരഹ് काम पर क्यों जा रहे हैं बच्चे क्या अंतरिक्ष में गिर गई है सारी गेंदें क्या अंतरिक्ष में गिर गई है सारी गेंदें കവി സംശയത്തോടു കൂടി ചോദിക്കുകയാണ്, എന്താ ഈ കുട്ടികളുടെ ബോളുകൾ അന്തരീക്ഷത്തിൽ വീണുപോയോ? ക്യാ അന്തരീക്ഷം മേം ഗിർ ഗയി ഹെ ഗിർന വീഴുക ഗിർ ഗയി ഹെ സാരി ഗേന്ദേ മുഴുവൻ ബോളുകളും. അതായത് ബോളൊക്കെ കളിക്കാനുള്ള ആ സമയത്ത് അല്ലെങ്കിൽ ആ കളിച്ച് നടക്കേണ്ട ആ പ്രായത്തിൽ അവർ ജോലിക്ക് പോകുന്നു. അതാണ് കവി പറയുന്നത്. നമ്മുടെ സമയത്ത്, അതായത് ഇന്ന് നമ്മൾ മോസ്റ്റ് മോഡേൺ യുഗത്തിലാണ് ജീവിച്ചിരിക്കുന്നത്, എന്നിട്ടും ഇതുപോലെ കുട്ടികൾ ജോലിക്ക് പോകുന്നു. അത് നമ്മൾ എഴുതി വെക്കേണ്ടതുണ്ട്. ബച്ചെ ക്യോം കാം പർ ജാ രഹേ ഹേ എന്താ അവരുടെ ബോളുകൾ അന്തരീക്ഷത്തിൽ വീണുപോയോ? അതാണോ അവർ കളിയൊക്കെ കളഞ്ഞിട്ട് ജോലിക്ക് പോകുന്നത്? കവി ചോദിക്കുകയാണ്, ക്യാ അന്തരീക്ഷ മേ ഗിർ ഗയി ഹേ സാരി ഗേന്ദേ ക്യാ ദിമാഗോ ने खा लिया है सारी रंग बिरंगी किताबों को क्या काले पहाड़ के नीचे दब गए हैं सारे खिलौने क्या दीमकों ने खा लिया है दीमकों ചിതലുകൾ क्या दीमकों ने खा लिया है सारी रंग बिरंगी किताबों को എന്താ അവരുടെ ആ നിറമുള്ള പുസ്തകങ്ങളെ മുഴുവനും ചിതൽ തിന്നു തീർത്തു? അതുകൊണ്ടാണോ അവർ പഠിക്കാൻ പോകാതെ സ്കൂളിൽ പോകാതെ ഇങ്ങനെ ജോലിക്ക് പോകുന്നത്? അതോ അവരുടെ ബോളുകൾ അന്തരീക്ഷത്തിൽ അകപ്പെട്ടു പോയോ? അതുകൊണ്ടാണോ അവർക്ക് കളിക്കാൻ പറ്റാത്തത്? ഒന്നും കൂടി പറയാം. ക്യാ അന്തരീക്ഷമേ ഗിർ ഗയി ഹേ സാരി ഗേന്ദേ എന്താ അവരുടെ ബോളുകൾ അന്തരീക്ഷത്തിൽ വീണുപോയോ? ക്യാ ദീമകോനെ ഖാ ലിയാ ഹേ സാരി രംഗ് ബിരംഗി കിതാബോം കോ എന്താ അവരുടെ നിറമുള്ള പുസ്തകങ്ങൾ രംഗ് ബിരംഗി പല നിറത്തിലുള്ള പുസ്തകങ്ങൾ കിതാബോ പുസ്തകങ്ങൾ को काले पहाड़ के नीचे क्या काले पहाड़ों के नीचे दब गए हैं सारे खिलौने അതുകൂടാതെ കവി അടുത്ത് പറയുകയാണ്, ക്യാ കാലെ പഹാഡ് കെ നീച്ചെ എന്താ ആ കറുത്ത പർവ്വതത്തിൻ്റെ പുറകെ നീച്ചെ പഹാഡ് കെ നീച്ചെ പർവ്വതത്തിന് പുറകിൽ ദബ് ഗയേ ഹേ സാരെ ഖിലൗനെ അവരുടെ കളിപ്പാട്ടങ്ങളെല്ലാം അമർന്നു പോയോ അല്ലെങ്കിൽ വീണു പോയോ തകർന്നു പോയോ? പർവ്വതത്തിൻ്റെ നീച്ചെ ദബുക്കർ അമർന്നിട്ട് ആ ഖിലൗനെ കളിപ്പാട്ടങ്ങളെല്ലാം നശിച്ചു പോയോ ചീത്തയായി പോയോ എന്നൊക്കെ കവി ചോദിക്കുക. കിസി ഭൂകമ്പുമയും ദഹ് ഗയി ഹേ സാരെ മദ്രസോം കി ഇമാരത്തെ മദ്രസോം വിദ്യാലയങ്ങൾ അതായത് പാഠശാലകൾ എന്താ ഏതെങ്കിലും ഒരു ഭൂകമ്പത്താൽ അവർ പഠിക്കുന്ന അല്ലെങ്കിൽ അവർ പഠിക്കാൻ പോകുന്ന വിദ്യാലയങ്ങളുടെ കെട്ടിടങ്ങളെല്ലാം ഇടിഞ്ഞു പോയോ തകർന്നു പോയോ എന്നൊക്കെയാണ് കവി ഇവിടെ സംശയമായിട്ട് പറയുന്നത്. ഒന്നും കൂടി നോക്കാം. ക്യാ അന്തരീക്ഷമയം ഗിർ ഗയി ഹേ സാരി ഗേന്ദേ क्या दीमकों ने खा लिया है सारी रंग बिरंगी किताबों को क्या काले पहाड़ के नीचे दब गए हैं सारे खिलौने അടുത്ത വരികളിലോട്ട് പോവാം. क्या सारे मैदान सारे बगीचे और घरों के आंगन ഖത്മ ഹോ ഗയേ ഹേ ഏകാഏക് കവി വീണ്ടും പറയുകയാണ് അല്ലെങ്കിൽ വീണ്ടും ചോദിക്കുകയാണ്, ക്യാ സാരെ മൈതാൻ എന്താ മുഴുവൻ മൈതാനവും സാരെ ബഗീച്ചെ മുഴുവൻ പൂന്തോട്ടവും ഓർ ഖരോം കെ ആംഗൻ വീടുകളുടെ
മുറ്റം, ആങ്കൻ മുറ്റം, ആങ്കൻ ഖത്മ ഹോ ഗയേ ഹേ ഏകാഏക്. ഓരോന്നോരോന്നായിട്ട് ഏകാഏക് ഓരോന്നോരോന്നായിട്ട് ഖത്മ ഹോ ഗയേ ഹേ അവസാനിച്ചിരിക്കുകയാണോ, അല്ലെങ്കിൽ നശിച്ചിരിക്കുകയാണോ, തീർന്നിരിക്കുകയാണോ എന്നൊക്കെ കവി ചോദിക്കുകയാണ്. ഒന്നുകൂടി നോക്കാം. ക്യാ സാരെ മൈദാൻ സാരെ ബഗീച്ചെ और घरों के आंगन ഖത്മ ഹോ ഗയേ ഹേ ഏകാഏക്. ഓരോന്നോരോന്നായിട്ട്, അതായത് മൈതാനവും പൂന്തോട്ടവും വീടിൻ്റെ മുറ്റവും എല്ലാം ഓരോന്നോരോന്നായിട്ട് തീർന്നു പോയിരിക്കുകയാണോ, അവസാനിച്ചിരിക്കുകയാണോ, അല്ലെങ്കിൽ നശിച്ചു പോയിരിക്കുകയാണോ എന്ന് കവി ചോദിക്കുകയാണ്. ഇവിടെയൊക്കെയാണല്ലോ കുട്ടികൾ കളിക്കുന്നത്. അതുകൊണ്ടാണ് കവി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. തോ ഫിർ ബച്ചാ ഹി ക്യാ ഹേ ഇസ് ദുനിയാ മേം. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് എന്താണ് ശേഷിക്കുന്നത്, എന്താണ് ബാക്കിയുള്ളത്? ബച്ചാ ഹി ക്യാ ഹേ, എന്താണ് അവശേഷിക്കുന്നത്, ബാക്കിയുള്ളത്? തോഫിർ എന്നാൽ, തോഫിർ ബച്ചാ ഹി ക്യാ ഹേ ഇസ് ദുനിയാമേ, ഇസ് ദുനിയാമേ ഈ ലോകത്തിൽ അവശേഷിക്കുന്നത് എന്താണ്? കിത്തന ഭയാനക് ഹോത്ത അഗർ ഏസാ ഹോത്ത. എന്തു ഭയാനകമായിരിക്കും ഇങ്ങനെ സംഭവിച്ചാൽ. കളിക്കാനുള്ള കളിസ്ഥലങ്ങളില്ല, പൂന്തോട്ടമില്ല, വീടിൻ്റെ മുറ്റമില്ല, ഇതെല്ലാം നശിച്ചു പോയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും അങ്ങനെ ഒരു സ്ഥലവും ഇല്ലാതെയാകുന്നു എന്നെങ്കിൽ ആ ഒരു അവസ്ഥ വളരെ ഭയാനകമാണ്. ഭയാനക് ഹേ ലേക്കിൻ ഇസ്സേ ഭി സ്യാദാ യഹ് കി ഹേ സാരി ചീസേ ഹസ്ബ് മാമൂൽ. ഹസ്ബ് മാമൂൽ, മാമൂൽ കെ തരഫ്. മാമൂലിന് സാധാരണ രീതിയിൽ ഇതൊന്നുമില്ല എന്നിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ അവസ്ഥയെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കുട്ടികൾക്ക് കളിക്കാൻ സ്ഥലമില്ല, പഠിക്കാൻ സ്കൂളുകളില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായാൽ എന്തായിരിക്കും? അത് ഭയാനകമായിരിക്കും. ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ഇതൊക്കെ ഉണ്ടായിട്ടും കുട്ടികൾ ജോലിക്ക് പോകുന്നു. അതാണ് ഇവിടെ കവി പറയുന്നത്. ബാലവേലയെ പറ്റിയാണ് കവി പറയുന്നത്. ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിട്ടും കുട്ടികൾ എന്ത് ചെയ്യുന്നു? ചില കാര്യങ്ങൾ കാരണം, അവരുടെ വീട്ടിലെ ദാരിദ്ര്യം കാരണമായിരിക്കാം, ഇല്ലെങ്കിൽ അനാഥത്വം കാരണമായിരിക്കാം ഈ കുട്ടികളെല്ലാം പഠിത്തവും കളിയുമൊക്കെ ഉപേക്ഷിച്ചിട്ട് ജോലിക്ക് പോകേണ്ടി വരുന്നത്. അവസാന വരികൾ. पर दुनिया की हजारों सड़क से गुजरते हुए. पर दुनिया की എന്നാൽ ഈ ലോകത്തിലെ, ദുനിയാക്കി ഹസാരോം, ഹസാരോം ആയിരക്കണക്കിന്, ഹസാരോം സടക്കോം സെ ഗുസർത്തെ ഹുയെ. ഗുസർത്തെ ഹുയെ കടന്നു പോകുക, ഗുസർന കടന്നു പോകുക. ഗുസർത്തെ ഹുയെ ബच्चे बहुत छोटे छोटे बच्चे काम पर जा रहे हैं. വളരെ ചെറിയ കുട്ടികൾ, ചെറിയ കുട്ടികൾ, പ്രായം കുറഞ്ഞ കുട്ടികൾ, അവർ ഈ രാജ്യത്തിൻ്റെ ആയിരക്കണക്കിന് റോഡിൽ കൂടെ അവർ വളരെ പ്രഭാതത്തിൽ, വളരെ വെളുപ്പാങ്കാലത്ത് അവരെന്ത് ചെയ്യുകയാണ്? ജോലിക്ക് പോവുകയാണ്. ഇങ്ങനെ ജോലിക്ക് പോകാനുള്ള കാരണം എന്തായിരിക്കും എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി കാണും. ഒന്നും കൂടെ നമുക്ക് ഈ വരികൾ നോക്കാം. क्या सारे मैदान सारे बगीचे और घरों के आंगन खत्म हो गए हैं एकाएक. तो फिर क्या बचा है इस दुनिया में? कितना भयानक होता अगर ऐसा होता. भयानक है लेकिन इससे भी ज़्यादा यह की है सारी चीज़ें हस्ब मामूल. पर दुनिया की हजारों सड़कों से गुजरते हुए बच्चे बहुत छोटे छोटे बच्चे काम पर जा रहे हैं. क्या सारे मैदान എന്താ മുഴുവൻ മൈതാനവും, സാരെ ബഗീച്ചെ മുഴുവൻ പൂന്തോട്ടവും, और घरों के आंगन വീടുകളുടെ മുറ്റം, ഖത്മ ഹോ ഗയേ ഹേ ഏകാഏക് ഓരോന്നോരോന്നായിട്ട് എല്ലാം അവസാനിച്ചിരിക്കുകയാണോ? തോ ഫിർ ബച്ചാ ഹി ക്യാ ഹേ ഇസ് ദുനിയാ മേം. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് എന്താണ് അവശേഷിച്ചിരിക്കുന്നത്? കിത്തന ഭയാനക് ഹോത്ത അഗർ ഐസാ ഹോത്ത. എത്ര ഭയാനകമായിരിക്കും ഇങ്ങനെ സംഭവിച്ചാൽ. ഭയാനക് ഹേ ലേക്കിൻ ഇസ്സേ ഭി സ്യാദാ യഹ് കി ഹേ സാരി ചീസേ. पर दुनिया की हजारों सड़कों से गुजरते हुए बच्चे बहुत छोटे छोटे बच्चे काम पर जा रहे हैं. पर दुनिया की हजारों सड़कों से गुजरते हुए बच्चे. എന്നാൽ ഈ ലോകത്തിൻ്റെ ആയിരക്കണക്കിന്
റോഡിൽ കൂടെ അല്ലെങ്കിൽ വഴികളിൽ കൂടെ ഗുസർത്തെ ഹുയെ കടന്നു പോയിക്കൊണ്ട് ഈ കുട്ടികൾ ബച്ചെ ബഹുത് ചോട്ടെ ചോട്ടെ ബച്ചെ ചെറിയ ചെറിയ കുട്ടികൾ കാമ്പർ ജാ രഹേ കുട്ടികൾ ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ പോകാൻ തയ്യാറെടുക്കുന്നു. അതിനുള്ള കാരണം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ബച്ചെ കാമ്പർ ജാ രഹേ ഹേ രാജേഷ് ജോഷിയുടെ കവിതയായിരുന്നു. ഈ കവിത നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ കവിതയുടെ ആസ്വാദന ടിപ്പണി തയ്യാറാക്കുന്നതിനെ പറ്റിയും ഈ കവിതയിൽ വരുന്ന മറ്റു പ്രവർത്തനങ്ങളെ പറ്റിയും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഏവർക്കും